അന്യായമായി കോർട്ട് മാർഷൽ ചെയ്തെന്നാരോപിച്ച് മലയാളി ജവാൻ സൈന്യത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. യൂണിറ്റിലെ ഉന്നതരുടെ അപ്രീതിക്ക് പാത്രമായ തന്നെ കുടുക്കാനായി മിലിറ്ററി ആശുപത്രിയിൽ കൊലപാതകം നടത്തിയതിന് തെളിവുണ്ടെന്നും അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ മറ്റൊരു കുറ്റം ചാർത്തി കോർട്ട് മാർഷൽ ചെയ്യുകയായിരുന്നുവെന്നും നെയ്യാറ്റിൻകര പുന്നക്കോട് സ്വദേശി ജോയി എന്ന അജയകുമാർ പറയുന്നു. കോർട്ട് മാർഷലിനു ശേഷം ട്രിബ്യൂണലിനെ നിയമപോരാട്ടം നടത്തിയതിനാണ് ഇതുവരെ വിവരങ്ങൾ പുറത്തു പറയാത്തതെന്നും നീതി തേടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അജയകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. നെയ്യാറ്റിൻകര പുന്നക്കാട് ആദർശ് ഭവനിൽ അജയകുമാർ 1994 ഇന്ത്യൻ ആർമിയിൽ ചേർന്നത്. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടായിരുന്ന അജയകുമാർ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച ഉദ്യോഗസ്ഥനെന്ന് പേരെടുത്തു. മെയിൽ നേഴ്സായിരുന്ന അജയകുമാർ ആസാം അതിർത്തിയിലുള്ള ഡിഞ്ചാനിലെ മിലിറ്ററി ആശുപത്രിയിൽ എത്തിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഭക്ഷണം നൽകുന്നതിലെ പോരായ്മകളും മറ്റും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്ന മീറ്റിംഗിൽ തുറന്നു പറഞ്ഞതോടെയാണ് യൂണിറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് താൻ അനഭിമതനായതെന്ന് അജയകുമാർ പറയുന്നു. കുടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട്. ജോലിയിൽ നിന്ന് വിരമിക്കാനിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി മോഹനൻ പിള്ളയെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കൊലപ്പെടുത്തി ആ കുറ്റം തലയിൽ വെക്കാൻ ശ്രമമുണ്ടായി. എങ്ങനെ അറ്റാക്ക് വന്നു? ആരോഗ്യവാൻ 70 മില്ലിഗ്രാം കാമ്പോസ് എന്ന മയക്കുമരുന്ന് ഒറ്റയടിക്ക് മനുഷ്യ ശരീരത്തിലേക്ക് കടത്തിവിട്ടു. ഇതിന്റെ രേഖകൾ അജയകുമാറിന്റെ പക്കലുണ്ടെന്ന് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ മെഡിക്കൽ റിപ്പോർട്ടിൽ 70 mg എന്നത് 20 mg എന്ന് തിരുത്തി. ഈ രേഖകളുടെ പകർപ്പ് സ്വയരക്ഷാർത്ഥം കൈക്കലാക്കിയെങ്കിലും മേലുദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തെന്ന കുറ്റം ചുമത്തി 6 മാസം ജയിലിലടയ്ക്കുകയും കോർട്ട് മാർഷൽ ചെയ്യുകയുമായിരുന്നു. 10 വർഷത്തോളം സൈനിക സേവനം നടത്തിയ അജയകുമാറിനെ 2003 കോർട്ട് മാർഷൽ ചെയ്തത്. ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ കീഴടങ്ങിയ ഉൾഫ തീവ്രവാദികളായ സുൽഫയെ ഉപയോഗിച്ച് തന്നെ കൊലപ്പെടുത്താൻ നീക്കമുണ്ടായിരുന്നെന്നും പ്രാണരക്ഷാർത്ഥം അവിടെ നിന്ന് കടക്കുകയായിരുന്നെന്നും അജയകുമാർ പറഞ്ഞു. കൊല്ലാൻ വേണ്ടി ഞാനിതെല്ലാം ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തുകൊണ്ട് കൊല്ലുന്നു ചോദിച്ചാൽ എന്നോട് വേറെ പൂർവ്വജന്മ ശത്രുതയൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇത്തരം തെളിവുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഡിഞ്ചാൻ മിലിറ്ററി ആശുപത്രിയിലുണ്ട്. അന്ന് യൂണിറ്റിലുണ്ടായിരുന്ന മിക്കവർക്കും ഇതെല്ലാം അറിയാമെങ്കിലും ജോലി നഷ്ടപ്പെടുമെന്ന് ഭയന്നാണ് ആരും വിവരം പുറത്തു പറയാത്തത്. സത്യാവസ്ഥകൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ ഗുണമുണ്ടായില്ല. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കേസ് പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് മാറ്റി. അടുത്ത കാലത്ത് ഇത് തള്ളിയതിനെ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അജയകുമാർ. ക്യാമറാമാൻ വിനോദിനൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18.